നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ചോദിച്ചിട്ടുള്ള പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാംസിൻ്റെ ആൻസർ കീസാണ്. ഇനി വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാജാ കേശവദാസൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജാ കേശവദാസൻ. രാജാ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. റാം മോഹൻ റോയ്. റാം മോഹൻ റോയ്. റാം മോഹൻ റോയ്. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആൻസർ സൺ യാറ്റ്സൻ. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റാണ് സൺ യാറ്റ്സൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം ഏതാണ്? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. ആൻസർ സ്വീഡൻ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യമാണ് സ്വീഡൻ. മൗസിൻ ഡാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം ഏതാണ്? മൗസിൻ ഡാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം ഏതാണ്? ആൻസർ കാസി കുന്നുകളുടെ സാന്നിധ്യം. കാസി കുന്നുകളുടെ സാന്നിധ്യം. മൗസിൻ ഡാമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനുള്ള കാരണം കാസി കുന്നുകളുടെ സാന്നിധ്യമാകുന്നു. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി പ്രസ്താവന ഏതാണ്? ആൻസർ 1, 2, 3, 4 ശരി പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ഇന്ത്യയിലെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ സാധ്യത ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരുവാൻ കാരണമായി. 8ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ 3 കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെട്ടവയാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ശരിയായ പട്ടിക ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായ
ഓപ്ഷൻസ് രണ്ടാമത്തതും നാലാമത്തതും. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരമാണ് സമുദ്രജലപ്രവാഹം. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരമാണ് സമുദ്രജല പ്രവാഹം. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. ക്രമമായ താപനഷ്ട നിരക്ക്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്നത്. സമുദ്രജല പ്രവാഹം എന്താണ്? നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ആൻസർ നൈട്രജൻ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ്? ചെനാബ് റെയിൽവേ പാലം, ചെനാബിനെ കുറിച്ച് ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. ചെനാബ് റെയിൽവേ പാലം റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ചെനാബ് റെയിൽവേ പാലം 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ബരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചെനാബ് റെയിൽവേയെ കുറിച്ച് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നോക്കി വെക്കുക. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ആകെ ജനസംഖ്യയിൽ എത്ര ദേശീയ വരുമാനം എന്നുള്ളതാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ, അല്ലെങ്കിൽ ആകെ ജനസംഖ്യയിൽ എത്രയാണ് ദേശീയ വരുമാനം എന്നുള്ളതാണ് പ്രതിശീർഷ വരുമാനമായി കണക്കാക്കുന്നത്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഡാഷ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ്? സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരാണ് സർചാർജ് എന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 50ാം വർഷത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ എല്ലാം ശരിയാണ്. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് പ്രകാരമാണ് ഇന്ത്യൻ മണി മാർക്കറ്റ് രൂപപ്പെട്ടത്. ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായി. നബാർഡ് രൂപീകരണം ശിവരാമൻ കമ്മിറ്റി. ഗ്രാമീണ ചെറുകിട വ്യവസായം കാർവേ കമ്മിറ്റി.
ഇന്ത്യൻ മണി മാർക്കറ്റ്, വാഗുൽ കമ്മിറ്റി, നബാർഡ് രൂപീകരണം, ശിവരാമൻ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം, കാർവേ കമ്മിറ്റി. യോഗക്ഷേമം വഹാമഹ്യം, യുവർ വെൽഫെയർ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LICയുടെയാണ്. LIC യോഗക്ഷേമം വഹാമഹ്യം എന്നുള്ളത് LICയുടെ ആപ്തവാക്യം. യോഗക്ഷേമം വഹാമഹ്യം LICയുടെ ആപ്തവാക്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയാണ്? ആൻസർ ഇത് 4ഉം അതിൽ ഉൾപ്പെടുന്നവയല്ല. ഉൾപ്പെടുന്നവയല്ല 4ഉം. ഭാഗം 4A-യിൽ പെടാത്തവയാണ് ഇതല്ല. ഓക്കെ. ചേരുംപടി ചേർക്കുക. 27-ാം വകുപ്പ്, 18-ാം വകുപ്പ്, 13, 226 ഏതൊക്കെ വരുന്നു എന്നുള്ളത് നോക്കാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഭരണഘടന 27-ാം വകുപ്പ് ഏതാണ്? 27-ാം വകുപ്പ് എന്താണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. മതസ്ഥാപനങ്ങൾക്ക്. ഓക്കെ. രണ്ടാമത്തത് 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് 18 എന്നുള്ളത്. സ്ഥാനമാനം നിരോധിക്കുന്ന വകുപ്പാണ് 18 സ്ഥാനമാനങ്ങൾ. 13 കോടതിയുടെ പുനരവലോകനം. 13ആണ് കോടതിയുടെ പുനരവലോകന അധികാരം. കോടതിയുടെ നോക്കി വെക്കുക, പുതിയതായിട്ട് ചോദിച്ചു അല്ലേ. 13-ാം വകുപ്പ് ഏതാണ്? കോടതിയുടെ പുനരവലോകന അധികാരം. കോടതിയുടെ പുനരവലോകനം ഒന്നുകൂടി കോടതിക്ക് പരിശോധിക്കാം. പുനരവലോകന അധികാരം കോടതിക്കുണ്ട്. അതാണ് 13-ാം വകുപ്പ്. ഭരണഘടനയുടെ കാര്യങ്ങൾ ഒന്നുകൂടി നിന്ന് അവലോകനം ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. അതാണ് കോടതിയുടെ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അടുത്തത് 226 ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇതൊക്കെ ചോദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിന്നെയും മാറി തിരിഞ്ഞ് ചോദിക്കാറുണ്ട്. സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. 27 ചോദിക്കാറുണ്ട്. 226 ഒക്കെ പതിവായി ചോദിക്കുന്നുണ്ട്. 226 എന്ന് പറയുന്നത് ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരമാണ്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പൗരത്വവുമായി ബന്ധപ്പെട്ടത്. സെക്കൻഡ് പാർട്ട് പൗരത്വം. ആൻസർ ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. അതായത് ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 ഭാഗം 2 എന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. തെറ്റായ പ്രസ്താവന അതാണ്. പൗരത്വം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാമെന്നുണ്ട്? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോടിൽ, മൂന്നാമത്തത് നമുക്ക് വേണ്ട, ബാക്കി ഒന്ന് വായിച്ചു നോക്കാം. പൗരത്വം ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കൾ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഓക്കെ. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റുള്ളത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയെ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 86-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായത് സി ആണ്. എ, ബിയും സിയും ഡി ആണ് അല്ലേ. ഡിയും ശരിയാണ്. 86-ാം ഭേദഗതി. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശം ആക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശ തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഓക്കെ. 86-ാം ഭേദഗതിയാണ്. ചേരുംപടി ചേർക്കുക. കമ്മീഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൻ്റെ വകുപ്പുകളുമുണ്ട്. ആൻസർ നമുക്കതാണ് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരുന്നത്. ധനകാര്യ കമ്മീഷൻ വകുപ്പ്
280 ധനകാര്യ കമ്മീഷൻ 280 വകുപ്പാണ്. ഇലക്ഷൻ കമ്മീഷൻ 324 ഇലക്ഷൻ കമ്മീഷൻ 324. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ഏതാണ്? 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. പിന്നെ അറ്റോർണി ജനറൽ വകുപ്പ് 76. അറ്റോർണി ജനറൽ ഏതാണ്? വകുപ്പ് 76. ധനകാര്യം 280. ഇലക്ഷൻ കമ്മീഷൻ 324. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? 148. അറ്റോർണി ജനറൽ എപ്പോഴും 76. അറ്റോർണി ജനറൽ 76. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഏതൊക്കെയെന്നുള്ളത് ഒന്ന് വായിച്ചിട്ട് നോക്കുക. തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. 3 ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ. ശരി, പ്രസ്താവന നോക്കിയേക്കാം. കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങൾ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾ ഉൾപ്പെടുന്നു. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. അടുത്തത് പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതെല്ലാം? പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതൊക്കെയാണ്? പെടാത്തവ ഏതൊക്കെയാണ്? ആൻസർ മൂന്നാമത്തതാണ് ഓപ്ഷൻ ബി ആൻസർ. പാർലമെന്ററി സമ്പ്രദായത്തിൽ പെടാത്തത് ആൻസർ ഓപ്ഷൻ ബി. പെടാത്തത് അല്ലേ. പാർലമെന്ററി സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പഠിക്കണം? അപ്പോൾ കൂട്ടുത്തരവാദിത്വം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണെന്നുള്ളത് പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂന്നാമത്തതാണ് പെടാത്തവ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കാം എന്നുള്ളതാണ് ഓപ്പറേഷൻ അമൃത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ 1, 2, 3, 4 ശരിയായ പ്രസ്താവനയാണ്. നീതിന്യായ വ്യവസ്ഥയെ ബന്ധപ്പെട്ടതാണ്. നീതിന്യായ വ്യവസ്ഥ ആൻസേഴ്സ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഡോക്ടർ സിറിയക് തോമസ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവരിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? ആൻസർ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, MLA-മാരെ, FPTP MLA-മാരെ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഒന്നാമത്തതാണ്, അതായത് ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പോയിൻറ്റ്സാണ്. കേരള ഗവർണർ അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടത്തുന്നു.
MSK രാമസ്വാമി എന്നൊക്കെ ഓർത്ത് വെക്കാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ലക്ഷ്യത്തിൽപ്പെടാത്തത് ഏതൊക്കെയാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പെടാത്തവ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? ആൻസർ നാലാമത്തത് മാത്രമാണ് പെടാത്തവ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തത് മാത്രമാണ് വേണ്ടാത്തത് അല്ലേ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. ഇത് 3 ലക്ഷ്യങ്ങളാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. പെടാത്തവ ഇതില്ല. ഓക്കെ, അതോട് നോക്കി വെക്കുക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? സബ്സ്റ്റാൻഷ്യ നൈഗ്ര. കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് അല്ലേ? പാർക്കിൻസൺസ് ആണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ, വിളർച്ചയ്ക്കാണ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ഇപ്പോൾ രക്തം ഉണ്ടാകാനുള്ള നമ്മൾ കൊടുക്കേണ്ടത് പ്രോട്ടീൻ ഏതാണ്? ആൻസർ എറിത്രോപോയറ്റിൻ. അതായത് രക്തം ഉണ്ടാകാനുള്ള എറിത്രോസൈറ്റ്, എറിത്രോസൈറ്റ്സ് RBC അല്ലേ? ചുവന്ന രക്താണുക്കളാണ്. അപ്പോൾ അത് എറിത്രോപോയറ്റിൻ ഉണ്ടാക്കാനുള്ളത്. എറിത്രോസിസ് ചുവന്ന രക്താണു ഉണ്ടാവാനുള്ളത് അല്ലെ? ബ്ലഡ് ഉണ്ടാകാനുള്ള സാധനം. അങ്ങനെ ഓർക്കാം. വിളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തമില്ലാത്ത അവസ്ഥ വിളർച്ച അല്ലേ? അത് പരിഹരിക്കാൻ എറിത്രോപോയറ്റ്, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എറിത്രോപോയറ്റിൻ, എറിത്രോസൈറ്റ്, RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ചുവന്ന രക്താണുക്കൾ, ആൽമ രക്താണുക്കൾ കേട്ടോ. എറിത്രോപോയറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4 ആണ്. GLUT4 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. GLUT4 LDCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണിത്. 24 LDCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ ഏതാണ്? GLUT4 ആണ്. GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? എന്താണ്? അഗ്ലൂട്ടിനേഷൻ അല്ലേ? കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊയാഗുലേറ്റ് ചെയ്യുക, കൂടിച്ചേരുക നടത്തുക. കൊയാഗുലേഷൻ കൂടിച്ചേരുക. അഗ്ലൂട്ടേഷൻ ഇരിക്കുന്നതാണ് ക്ലംബിങ് ഓഫ് RBC മാത്രം അവിടുന്ന് പുറത്തേക്ക് വരും. ക്ലംബിങ് ഓഫ് RBC ആണ്. RBC മാത്രം അത് കട്ട പിടിച്ചിരിക്കും അവിടെ. അടുത്തത് ഓപ്പറേഷൻ അമൃത് ഏത് പദ്ധതിയുമായി റിപ്പീറ്റ് വന്നേക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ആൻസർ കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. തരംഗ സിദ്ധാന്തം ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. ശക്തി കുറഞ്ഞ ബലം ആണ് ഗുരുത്വാകർഷണ ബലം. kWh കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? കിലോവാട്ട് അവർ ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഊർജം. ഭൂമിക്കും ലോ എർത്ത് ഭ്രമണപഥത്തിൽ ഭൂമിയുടെ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേര് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? സ്പാഡെക്സ് മിഷൻ. ഡോക്കിംഗ് അൺഡോക്കിംഗ് കേൾക്കുമ്പോൾ ഉത്തരം വരും. സ്പാഡെക്സ് മിഷൻ.
റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ സംഭവമാണ് കേട്ടോ. തെറ്റായ പ്രോഗ്രാമാണത്. ബാക്കിയുള്ളത് വായിച്ചു കേട്ടോ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം എന്താണ്? അൺബൈനീലിയം. 120 അൺബൈനീലിയം. 120 ഇല്ല, ബൈ 2 കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അൺബൈനീലിയം 120. 2 2 ബൈ അല്ലേ, അൺബൈനീലിയം. തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവയാണ്. മഗ്നീഷ്യം. അർദ്ധലോഹം, അർദ്ധചാലകങ്ങൾ അർദ്ധലോഹമല്ലാത്തവയാണ് അത്. 9ാമത്തെ അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, കമൻറ്റ്. ഓണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 2 പ്രസ്താവനയും ഓണത്തെക്കുറിച്ച് ശരിയാണ് കേട്ടോ. നെക്സ്റ്റ്, 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക്. ഹോൾബർഗ് ഗായത്രി സ്പിവാക്. തന്നിരിക്കുന്നവയിൽ ഉദ്ദണ്ഡശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായവ. ഉദ്ദണ്ഡശാസ്ത്രി 2 പ്രസ്താവനയുണ്ട്. ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തത് ശരിയാണ്. കോകില സന്ദേശം ഉദ്ദണ്ഡശാസ്ത്രം. ഇത് പോയിന്റ് മാത്രം നോക്കി വായിച്ച് പഠിക്കണം. കാരണം ഇത് വേണേൽ 1 വേർഡ് ഇട്ടങ്ങ് ചോദിക്കും അവർ, അല്ലേ? അതാണ് PSCയുടെ പരിപാടി. കോകില സന്ദേശകാവ്യം ഉദ്ദണ്ഡശാസ്ത്രികളുടെയാണ്. അടുത്ത, ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി MS ധോണി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോണിയുടെ എന്താണ്? 1 ശരിയാണ്. അത് മാത്രം നോക്കാം. ICC വേൾഡ് പ്രസ്താവന A ആണ് ശരി കേട്ടോ. ഓപ്ഷൻ A ആണ് ശരി. ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ അദ്ദേഹം ടീം ക്യാപ്റ്റനായി കേട്ടോ. ചാമ്പ്യൻസ് ട്രോഫി, വേൾഡ് കപ്പ്, ICC വേൾഡ് കപ്പ് 3 അദ്ദേഹം ക്യാപ്റ്റൻസി വന്നു. ICC വേൾഡ്. അടുത്ത, കേരള കലാമണ്ഡലം ബന്ധപ്പെട്ട പ്രസ്താവന. കേരള കലാമണ്ഡലം അല്ലേ, അതിൽ 2ഉം ശരിയാണ്. 30കളിലാണ് കലാമണ്ഡലം അല്ലേ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ 1930കളിൽ. വള്ളത്തോൾ നാരായണ മേനോൻ 1930കളിൽ നിന്നൊക്കെ ഇങ്ങനെ പഠിച്ച് വെച്ചേക്കാം. അടുത്തത് 50 കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അടുത്ത, താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോദറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി. അസറ്റിലീൻ. ജ്വലന പരിധിയുള്ളത് അസറ്റിലീൻ. ഉയർന്ന ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ബോയിൽസ് നിയമം അല്ലേ. വിപരീതം ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയ്ക്ക് അല്ലേ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണോ? അറിയാം. ആൻസർ ഓപ്ഷൻ സി. ഉത്പതനം. നേരിട്ട് വാതകത്തിലേക്ക് പോകുന്നതാണ് ഉത്പതനം. അടുത്തത്, അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. FM 500. ഓക്കെ, ഇതിൻ്റെ മലയാളം വിഷൻസ് ആണ്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആച്ഛാദനം. 82 കുതിര. ഓപ്ഷൻ സി ആണ് അല്ലേ. താമസം, ഇതിൻ്റെ താമസത്തിൻ്റെ നാനാർത്ഥം എന്തൊക്കെയാണ്? താമസം. 84 ആൻസർ ഓപ്ഷൻ എ ആണ്. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. വിധവയുടെ എതിർലിംഗം ഓപ്ഷൻ സി.
വിധുരൻ, വിധവ, വിധുരൻ, വിധവ, വിധുരൻ, വിധവ, വിധുരൻ. അജ്ഞാതന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി? ഓക്കെ. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി? അജ്ഞാതന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? അല്ല, അനുഷ്ഠിക്കാൻ കർമ്മങ്ങളൊക്കെ വരുമോ? കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക ഒക്കെ ചോദിച്ചിട്ടുള്ള എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കാപ്പ് കെട്ടുക, ഒരുങ്ങുക. വെണ്മ അല്ലേ? വെൺ പ്ലസ് മ, വെണ്മ. ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക. സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഏത് വരുവിനകത്തത് അല്ലേ? ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ്. 90 ഓപ്ഷൻ എ തന്നെ. അതായത് അല്ലേ, ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുള്ളൂ. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന അല്ലേ, ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുള്ളൂ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. The assailant dashed several places before being apprehended by the police. Answer option B ആണ്. Called at. The assailant called at. The assailant called at. I would rather you dash indoors. I would rather you dash indoors. Didn't smoke. I would rather you didn't smoke. Would rather. The word deposition in legal context means deposition. അതായത് which is the closest meaning to the underlined word. ഡിപ്പോസിഷന് ചേർന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന, അതിനോട് സാമ്യമുള്ള മീനിങ് ഉള്ള വാക്ക് ഏതാണ്? ഏത് വരുന്നുണ്ടത്? ഇതാണ്. വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്. ലീഗൽ കോണ്ടസ്റ്റ് ആണ്. കൂടെ ഓർത്തു കേട്ടോ. വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട്. ഔട്ട്സൈഡ് ദ കോർട്ട്. ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവിടാണ്. കോടതിക്കുള്ളിൽ വെച്ചിട്ട് സാക്ഷിമൊഴി എടുക്കുക. I will finish the task in no time. Won't I? അല്ല, won't I? The defense counsel was prevented dash submitting additional evidence dash the trial. From submitting additional evidence during the trial. One word substitute for the killing of women and girls because of their gender. Feminicide. Complete bore so gander എന്നുള്ളത് ഗൂസ്. ഗാൻഡർ ഗൂസ് ഒക്കെ അറിയാമല്ലോ. ഗാൻഡർ ഗൂസ്. ഫെമിസൈഡും ഗൂസും ഒന്ന് നോക്കും. Who is organizing the charity event for the next week? പാസീവ് വോയിസിലേക്ക് മാറ്റുക. ക്വസ്റ്റ്യൻ ആണ്, അതും കൂടി ഓർക്കുക അല്ലേ. ബൈ ഹൂം. ഹൂ എന്നുള്ളത് ബൈ ഹൂം ഈസ് ദ ചാരിറ്റി ഇവൻറ്റ് ബീങ് ഓർഗനൈസ്ഡ് ഫോർ ദി നെക്സ്റ്റ് വീക്ക്. ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ബാക്കി അങ്ങ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബൈ ഹൂം ചേർക്കുക. അങ്ങനെയല്ലേ ചെയ്യുക. ഓക്കെ. ദ ഡിസ്കഷൻ ഓൾവേസ് എൻഡ് ഇൻ ഡിസ്അഗ്രിമെൻറ്റ്. ഡിസ്അഗ്രിമെൻറ്റ്. ആൻറ്റോണിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. കൺസെൻസസ്. Consensus. 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 Even though I was a beginner in the field, there had been my friend to show me the ropes. Identify the meaning. ഇത് to show me the ropes അതിൻ്റെ മീനിങ് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. To teach the or guide someone specially in a flow എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 86 വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. 86/25 വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എഴുതുന്നതാണത്. നെക്സ്റ്റ് ഇതായിട്ട് ഇടാൻ നോക്കുക.
പറ്റിയാൽ ഇന്ന് വൈകിട്ട് തന്നെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.